അനുമോള് ചായ കൊടുക്കാനായിട്ട് വരികയാണ്. ഇഞ്ചി ചായയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് പ്രവീൺ പറയുന്നുണ്ട്, ഇവിടെ വന്നിരിക്കും, ഞങ്ങളുടെ അടുത്തൊന്നും ഇപ്പം വന്നിരിക്കാനോ സംസാരിക്കാനോ ഒന്നും അനുമോൾക്ക് സമയമില്ല. അപ്പോൾ അനുമോൾ പറയാം, ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് ആദ്യം പറഞ്ഞു. എന്നിട്ട് പറയാം, നീ സംസാരിക്കരുത് കേട്ടോ, നിന്നോടൊരു കാര്യം പറയാനായിട്ട് വിളിച്ചപ്പം നീ എണ്ണീച്ച് പോയവനാ, അതുകൊണ്ട് നീ സംസാരിക്കണ്ട. പ്രവീണും നെവിനും അബിയും കൂടി ഇരിക്കുന്ന സമയത്താണ് അനുമോൾ ചായയും കൊണ്ട് വരുന്നത്. അപ്പോൾ അബി പറയുന്നുണ്ട്, അനുമോളെ നീ ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നെവിൻ അവിടെ തിരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി പ്രപ്പോസ് ചെയ്ത കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും അനുമോള് പ്രവീണിനോട് സംസാരിച്ചിട്ട് നേരെ അങ്ങ് കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പം അനുമോളുടെ വായിൽ നിന്ന് ഉള്ള അഭിപ്രായം എന്താണെന്ന് അറിയാനായിട്ടായിരിക്കണം അബി അവിടെ വന്നിരിക്കാനെന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. എന്തായാലും ഒരാൾ പോലും ആ അനുമോളെടുത്ത് ഒരു മര്യാദയായിട്ടുള്ളൊരു സംസാരമില്ല. പക്ഷേ ഒരു വ്യക്തിയോട് പോലും അനുമോൾക്ക് ഒരു വിരോധവും ഇല്ല, ഒന്നുമില്ല, ഒരു പിണക്കവും ഇല്ല. ശൈത്യടുത്ത് പോലും നല്ലതായിട്ടാണ് സംസാരിച്ചത്. ശൈത്യയുടെ അമ്മ കൊടുത്തുവിട്ട ഡ്രസ്സ് വരെ അനുമോൾ വാങ്ങി. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ശൈത്യയുടെ കറക്റ്റ് സ്വഭാവം പുറത്ത് കാണിച്ചു. ഒരാളെ എത്രമാത്രം ഒറ്റപ്പെടുത്തുന്നു അത്രമാത്രം പുറത്തുനിന്നുള്ള സപ്പോർട്ട് അയാൾക്ക് കൂടിക്കൊണ്ടല്ലേ ഇരിക്കത്തുള്ളൂ. ഇവർക്ക് ഗെയിം മറന്നു പോയിട്ടാണോ അതോ ഇവർ മണ്ടന്മാരായിട്ടാണോ ഇങ്ങനെ കളിക്കുന്നത്?